ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചവരാണ് ഇടതുപക്ഷത്തിനെതിരെ വീടുകൾക്ക് മുന്നിൽ ബാനറുകൾ ഉയർത്തിയത്. ഒരാഴ്ച മുൻപേ നിക്ഷേപകരുടെ വീടുകൾക്ക് മുൻപിൽ ബാനറുകൾ ഉയർന്നു തുടങ്ങി. ഇത് പിന്നീട് മറ്റു നിക്ഷേപകരുടെ വീടുകൾക്ക് മുന്നിലും പ്രത്യക്ഷപ്പെട്ടു. വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ വോട്ട് ഇടതുപക്ഷത്തിനില്ല, പ്രശ്നം പരിഹരിക്കൂ, വോട്ട് അഭ്യർത്ഥിക്കൂ, ഞങ്ങൾ ബ്രഹ്മഗിരിയുടെ ഇരകൾ എന്നെഴുതിയ ബാനറുകളൊക്കെയാണ് ഉയർന്നത്. കഴിഞ്ഞ 3 വർഷമായി നിക്ഷേപകരുടെ ആവശ്യങ്ങൾ സൊസൈറ്റി അധികൃതർ മുഖവിലക്കെടുക്കാത്തതാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണമെന്നാണ് ആക്ഷൻ കമ്മിറ്റി സെക്രട്ടറി MR മംഗളൻ പറയുന്നത്. വർഷങ്ങളായിട്ട് പരിഹരിക്കപ്പെടാതെ അനന്തമായിട്ട് നീണ്ടുപോകുന്നതിലുള്ള ഒരു അവ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യേണ്ടതില്ല എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള ഫ്ലെക്സ് ബോർഡുകൾ എല്ലാ വീടുകളുടെ മുമ്പിലും ഗേറ്റിലും ഒക്കെ തന്നെ സ്ഥാപിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിപ്പോൾ 10-12 സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ബാക്കി വരും ദിവസങ്ങളിലായിട്ട് എല്ലാ നിക്ഷേപകരുടെ വീടിന്റെ മുമ്പിലും ഇതുപോലുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഉയരും. തന്നെയുമല്ല, ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ആഴ്ച കുപ്പാടിയിലാണ് ആദ്യമായി ബാനർ ഉയർന്നത്. പിന്നീട് മറ്റിടങ്ങളിലേക്ക് ഇത് വ്യാപിക്കുകയായിരുന്നു. 600ഓളം നിക്ഷേപകരിൽ നിന്ന് 125 കോടി രൂപയാണ് സൊസൈറ്റി സ്വീകരിച്ചിരിക്കുന്നത്. ഇത് തിരിച്ചു കിട്ടാനാകാതെ പല നിക്ഷേപകരും നെട്ടോട്ടമോടുകയാണ്. സീ മലയാളം ന്യൂസ്, വയനാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.